ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി ഒരു വോൾ ഡെക്കർ കണ്ടാലോ. വളരെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ തൂക്കിയിടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇത് മെയിനായിട്ട് വേണ്ടത് കാർഡ്ബോർഡ് പീസ് തന്നെയാണ്. അതിപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ, നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. സോ അതിൽ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാം. അപ്പം ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക, എന്നിട്ടത് ഒന്ന് റൗണ്ട് പീസിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് ത്രെഡ് വേണം. ത്രെഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സ് യൂസ് ചെയ്യാം. ഇഷ്ടമുള്ള ഐറ്റംസ് വെട്ടിച്ചിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ആ റൗണ്ടും നമ്മുടെ ഇഷ്ടപ്പെട്ട മെഷർമെൻറ്റ്സിലെടുക്കാം. എന്നിട്ട് പിന്നെ ഞാനൊരു വീടിൻ്റെ പോലെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് കാർഡ്ബോർഡ് പീസിൽ. അത് ഒരെണ്ണം കുറച്ച് വലുതായിട്ടും ബാക്കി രണ്ടെണ്ണം അതിനേക്കാളും ഒരു പൊടിക്ക് ചെറുതായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നും ഒരേപോലെ എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ലെയർ പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അവിടെ ഒരു വിൻഡോ പോലെയാവും. കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ മുകളിലത്തെ ലെയർ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കളഞ്ഞാൽ മതി. ഇതുപോലെ 3 ഇതായിട്ടുണ്ട്, 3 വീടും ഈ റൗണ്ടും. എന്നിട്ട് അതൊന്ന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് ഫുള്ളൊന്ന് കളർ ചെയ്തെടുക്കുക. അപ്പം ഫസ്റ്റ് ലെയർ മാത്രം അടിക്കുമ്പോൾ അത്ര കളർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2-3 പ്രാവശ്യം നമ്മളൊന്ന് ബ്ലാക്ക് കളർ അടിച്ച് കൊടുക്കുക. ബ്ലാക്ക് ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് ഞാൻ വൈറ്റ് പെയിൻറ്റ് കൊണ്ട് വെൽക്കം ടു അവർ ഹോം എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. 3D ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എഴുതിയാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ഞാനിത് വേറെ ഒരു ക്രാഫ്റ്റിൻ്റെ ചെയ്തതിൻ്റെ കുറച്ച് വേസ്റ്റാണ് ആക്ച്വലി. അപ്പം നിങ്ങൾക്ക് എന്താണോ അവിടെ തോന്നുന്നത്, ബീഡ്സൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. ഇത് വേസ്റ്റായിട്ട് ഇരിക്കുന്ന കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഈ ത്രെഡ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിന് ചുറ്റും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ് കേട്ടോ. അവിടെ മണ്ടാല ആർട്ട് പോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഞാൻ ഈ വെച്ചിരിക്കുന്ന ഈ ചരടെന്ന് പറയുന്നത് ഒരു പേപ്പർ സഞ്ചിയുടെ ചരടാണ്. അത് വേസ്റ്റാണ്. അത് നമ്മൾ അതിന് എടുത്തിരിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ത്രെഡ് ഇതിന് പകരം വേണമെങ്കിൽ ഇവിടെ വെക്കാം കേട്ടോ. എന്നിട്ട് ആ 3 വീടും ഇതുപോലെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. ഡബിൾ സൈഡ് ടേപ്പോ വെക്കുവാണെങ്കിൽ നമുക്ക് വോളിൽ ഒട്ടിക്കാനും കുറച്ചും കൂടി നല്ലതാണ്. അല്ലെങ്കിൽ ഒരു സെല്ലോ ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഈ വിൻഡോയിൽ ഞാൻ മെറ്റാലിക് കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെറ്റാലിക് കളർ ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി, നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഞാൻ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആ വീട്ടിൽ മുഴുവനായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ മുഴുവനും കൊടുക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടി ഭംഗിയെന്ന് പിന്നെ എനിക്ക് തോന്നി. എന്നിട്ട് ആ ചരടിൻ്റെ അവിടെയായിട്ട് ഓരോ ബീഡ്സ്, ഒരു ഗോൾഡൻ ബീഡ്സും കൂടി ഞാൻ അത് കഴിഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പോൾ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ.